ഹൈക്കോടതിയിൽ വീണ്ടും വിവാദ സർക്കാർ അഭിഭാഷക നിയമനം. ഇല്ലാത്ത പോസ്റ്റിൽ അസാധാരണ ശമ്പളത്തിലാണ് നിയമനം. മുഖ്യമന്ത്രിയുടെ ലീഗൽ കൗൺസിൽ എന്ന തസ്തികയിലാണ് പുതിയ നിയമനം. അഡ്വക്കേറ്റ് ജോൺ വർഗീസിനെ നിയമിച്ച് ഉത്തരവ് പുറത്തിറങ്ങി. നിയമനത്തിന്റെ പകർപ്പ് കൈരളി ന്യൂസിന്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ഈ സർക്കാർ വിവാദ നിയമനം നടത്തിയിരിക്കുകയാണ്. ഇല്ലാത്ത പോസ്റ്റിലാണ് ഈ അസാധാരണ ശമ്പളത്തിൽ കൂടി നിയമനം നടത്തിയിരിക്കുന്നത്. എന്താണ് നടന്നത്? അതായത് ഏതാണ്ട് 140ഓളം സർക്കാർ അഭിഭാഷകർ ഗവൺമെൻറ് പീഡനന്മാരായും സീനിയർ ഗവൺമെൻറ് പീഡനന്മാരായും സ്പെഷ്യൽ ഗവൺമെൻറ് പീഡനന്മാരായും തുടർന്ന് സ്റ്റേറ്റ് അറ്റോർണി മുതൽ AG വരെയുള്ള മേധാവികളായും ഇപ്പോൾ ഹൈക്കോടതിയിലുണ്ട്. അതിനു പുറമെയാണ് ഇല്ലാത്ത തസ്തിക സൃഷ്ടിച്ച് പുതിയൊരു നിയമനം. അതിലേറ്റവും കൗതുകകരമായ കാര്യം, സാധാരണ ഒരു GP നിയമനമല്ല ഇതിൽ നടന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനും സ്റ്റേറ്റ് അറ്റോർണിക്കും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അവർക്ക് 4 പേർക്കും തുല്യമായ ശമ്പളത്തോടു കൂടിയ പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൊരു നിയമനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഏതായാലും അതിൻ്റെ നിയമന ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജോൺ വർഗീസ് അദ്ദേഹത്തെയാണ് നിയമിച്ചുകൊണ്ട് സർക്കാർ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. ആ ഗവൺമെൻറ് ഓർഡറിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഇവരുടെ സേവന വേതന വ്യവസ്ഥകൾ എന്ന കാര്യം. അതിലേറ്റവും കൗതുകകരമായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവരുടെ വേതനം തന്നെയാണ്. അഡ്വക്കേറ്റ് ജനറലിന് തുല്യം എന്ന് പറയുമ്പോൾ പ്രതിമാസം 2.5 ലക്ഷം രൂപ ശമ്പളം, 50,000 രൂപയുടെ അലവൻസ്, സുപ്രീം കോടതിയിൽ ഒരു കേസിൽ ഹാജരാകുന്നതിന് 60,000 രൂപ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു കേസിൽ ഹാജരാകുന്നതിന് 15,000 രൂപ, സിംഗിൾ ബെഞ്ചിലാണെങ്കിൽ അത് 7,500 രൂപ. അപ്പോൾ വലിയ തുക വരും. പ്രതിമാസം തന്നെ വലിയ തുക ഈ ഒറ്റ തസ്തികയുടെ പേരിൽ മാത്രം സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിക്കേണ്ടി വരും. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു നിയമനം എന്ന് ചോദിച്ചാൽ അതിലൊരു വ്യക്തതയില്ല. നിയമനത്തിൻ്റെ ആ തസ്തികയുടെ പേരാണ് ഏറ്റവും കൗതുകകരം. മുഖ്യമന്ത്രിയുടെ സീനിയർ ലീഗൽ കൗൺസിൽ. അങ്ങനെ ഒരു തസ്തിക ഹൈക്കോടതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തസ്തിക ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നു. ആ തസ്തികയിൽ ഒരു നിയമനം നടത്തിയിരിക്കുന്നു. വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരുണ്ടായിരിക്കുന്നു. ഈ ഗവൺമെൻറ് പീഡനന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു വലിയ തർക്കം ഉണ്ടായി. VD സതീശൻ വിഭാഗവും KC വേണുഗോപാൽ വിഭാഗവും തമ്മിൽ ഇക്കാര്യത്തിൽ അധികാര വടംവലി ഉണ്ടായി. ആ അധികാര വടംവലി വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. അതൊന്ന് സമവായത്തിലെത്താൻ വേണ്ടി എടുത്ത കുറുക്കു വഴിയാണ് ഈ പുതിയ നിയമനം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം KC വേണുഗോപാലിൻ്റെ നോമിനിയാണ് ഈ പുതിയതായി നിയമിക്കപ്പെട്ട അഭിഭാഷകൻ എന്നും കൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ അതൃപ്തി അന്ന് മറികടക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് വലിയ തുക ചെലവഴിച്ച് ഒരു നിയമനം, ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അസാധാരണ ശമ്പളത്തിൽ അസാധാരണ പോസ്റ്റിൽ അസാധാരണ നിയമനം നടത്തിയിരിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ് പീഡനന്മാരുടെ നിയമനം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. മുൻ സർക്കാരിൻ്റെ കാലത്തുള്ളതിനേക്കാൾ 13 പേരെ 10 സാധാ GP മാരെയും 3 സ്പെഷ്യൽ GP മാരെയും നിയമിച്ചുകൊണ്ടാണ് സർക്കാർ കോടികളുടെ ബാധ്യത ഖജനാവിന് വരുത്തിയത്. അവരുടെയൊക്കെ ശമ്പള സ്കെയിൽ എന്ന് പറയുമ്പോൾ 1 ലക്ഷത്തിന് മുകളിലായിരുന്നു. അപ്പോൾ ആ തുക എല്ലാം കൂടി ചേർത്താൽ, ഇപ്പോൾ പുതിയ നിയമനത്തിൽ വന്ന ബാധ്യതയും കൂടി ചേർത്താൽ കോടികൾ വരും സർക്കാരിന് അധികമായി സംഭവിച്ചിരിക്കുന്ന ബാധ്യത എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ, അധികാര വടംവലി ഒക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ, ഒരു ആശ്വാസം കാണാൻ വേണ്ടി പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതിനൊക്കെ തോന്നുന്ന നിരക്കിൽ ശമ്പളവും സേവന വേതന വ്യവസ്ഥകളും നിശ്ചയിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഈ പുതിയ നിയമനത്തിനുള്ള ശമ്പളം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെയും സ്റ്റേറ്റ് അറ്റോർണിയുടെയും ശമ്പള സ്കെയിലിന് തുല്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും വരും ദിവസങ്ങളിൽ മുൻപുണ്ടായതുപോലെ തന്നെ, ഗവൺമെൻറ് പീഡന നിയമനത്തിൽ ഉണ്ടായതുപോലെ തന്നെ വലിയ വിവാദത്തിന് ഈ നിയമനവും വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.